ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് തന്നെ ചെയ്തിട്ട് നിറം വെക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്താൽ അത്യാവശ്യം എത്ര കളർ കുറഞ്ഞവർക്ക് നിറം വെക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. ഞാൻ ഈ നിറം കുറഞ്ഞവർ എന്നൊന്നും പറഞ്ഞ് ആരെയും താഴ്ത്തിക്കെട്ടുന്നതൊന്നല്ല കേട്ടോ. നമുക്ക് എല്ലാവർക്കും മുഖം ഒന്ന് തിളങ്ങണം, നല്ല സുന്ദരികളാണെന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ഒരു വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ എന്നുള്ള രീതിയിൽ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് ഫുൾ വീഡിയോ കാണാം. നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തതും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഈ ഒരു ഡിഫറൻസ് കണ്ടിട്ട് ഇത് ഒറ്റ പ്രാവശ്യം ചെയ്ത റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് കണ്ടിട്ട് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്താൽ മതി. അങ്ങനെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടുള്ള ഫേസ് പാക്ക് ഒന്നുമല്ല. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം നിങ്ങളടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യുക. ഉറപ്പായിട്ടും അടിപൊളി റിസൾട്ടായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ഒരു ടീസ്പൂണോളം മുൾത്താണി മിട്ടിയാണ്. മുൾത്താണി മിട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓയിലി സ്കിന്നുള്ളവർക്കെല്ലാം ഓയിൽ കൺട്രോൾ ചെയ്യാനും മുഖം നല്ല നിറം വെക്കാനും സഹായിക്കുന്ന ഒരു കിടിലൻ പൗഡറാണ് മുൾത്താണി മിട്ടി എന്ന് പറയുന്നത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഇനി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റോസ് വാട്ടറാണ് ആഡ് ചെയ്യുന്നത്. റോസ് വാട്ടർ ഒരു ടേബിൾ സ്പൂണോളം റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം കുക്കുംബർ ജ്യൂസാണ്. കുക്കുംബർ ജ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കക്കിരിക്ക ഉണ്ടല്ലോ, സാലഡിലെല്ലാം യൂസ് ചെയ്യുന്ന കക്കിരിക്ക ഒട്ടും തന്നെ വെള്ളയില്ലാണ്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചിട്ട് അതിൻ്റെ നീര് മാത്രം പിഴിഞ്ഞെടുക്കുക. അത് കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. കുക്കുംബർ ജ്യൂസ് ഓപ്ഷണലാണ്, ഇല്ലയെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. പിന്നെ കുക്കുംബർ ജ്യൂസും റോസ് വാട്ടറും ഒന്നും ഇല്ലാത്തവർക്ക് തൈര് യൂസ് ചെയ്യാം. തൈരിലും ഒരു അടിപൊളി റിസൾട്ടാണ് കിട്ടുക. പക്ഷേ മുൾത്താണി മിട്ടിയൊന്നും ഒഴിവാക്കി ഇതാക്കരുത് കേട്ടോ. നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുന്നതാണ്, സ്കിൻ വൈറ്റനിങ് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മുൾത്താണി മിട്ടി എന്ന് പറയുന്നൊരു പൗഡർ നിങ്ങൾ ഒരുപാട് സഹായിക്കും. അത് ചെറിയ പൈസക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അതുപോലെ തന്നെ മെഡിക്കൽ ഷോപ്പുകളിലും അവൈലബിൾ ആണ്. ഇത് കഴുകി വൃത്തിയാക്കിയ മുഖത്തേക്ക് 2 മിനിറ്റ് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ജസ്റ്റ് വെറുതെ വാരി തേച്ച് കഴുകിക്കളഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവില്ല. 2 മിനിറ്റ് മസാജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് മസാജ് ചെയ്ത് തന്നെ മുഖത്ത് തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒരു 25 മിനിറ്റ് ഫേസിൽ വെച്ചിട്ട് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം. 25 മിനിറ്റിന് ശേഷം കഴുകുന്ന ആ ഒരു സമയത്ത് തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുന്ന ഒരു കിടിലൻ ഫേസ് പാക്കാണിത്. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു പാർട്ടി ഉണ്ടെങ്കിലോ ഗസ്റ്റ് വരുന്നുണ്ടെങ്കിലോ ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നല്ലൊരു ഗ്ലോ കിട്ടും. പക്ഷേ അത് പെർമനൻ്റ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് ഡെയിലി ചെയ്യാൻ സമയമുള്ളവർക്ക് ഡെയിലി ചെയ്യാം. ഇല്ലയെന്നാണെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും വെച്ചിട്ട് ഒരു 1-2 മാസം നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്യുകയാണെങ്കിൽ മുഖത്ത് വിസിബിൾ ആയിട്ടുള്ളൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഒറ്റ യൂസ് തന്നെ ഇത്രയും അടിപൊളി റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു ഫേസ് പാക്കാണിത്. ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇത് യൂസ് ആവും. പിന്നെ ഡ്രൈ സ്കിൻ ഉള്ളവർ മുൾത്താണി മിട്ടി തേക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് ഫേസ് പാക്ക് റിമൂവ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ലൈക്ക് നമ്മൾ അലോവേര ജെല്ല് പോലത്തെ എന്തെങ്കിലും ഒന്ന് ഫേസിൽ ഇടുക എന്നാണെങ്കിൽ നല്ലതാണ്. കാരണം മുൾത്താണി മിട്ടി എക്സസ് ആയിട്ടുള്ള ഓയിൽസ് നല്ലോണം വലിച്ചെടുക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവരുടെ സ്കിന്ന് കുറച്ചും കൂടി ഡ്രൈ ആക്കും ഈ ഒരു മുൾത്താണി മിട്ടി എന്ന് പറയുന്നത് പോട്ട്. ബാക്കി സ്കിൻ ടൈപ്പുകാർക്കെല്ലാം ഓക്കെയാണ്. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർ ഉപയോഗിക്കരുത് എന്നല്ല, അവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ മുഖത്തിടുന്നത് നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇതൊരു അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഫേസ് പാക്ക് ആയിരിക്കും എന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.